ഫാസിലിനെ കൊണ്ട് ചെയ്യിച്ച നവാഗതരെ വെച്ച് ചെയ്ത പടമായിരുന്നു മഞ്ഞിലുരിഞ്ഞ പൂക്കൾ. അത് എത്ര ലക്ഷം അന്നത്തെ കാലത്ത് ഉണ്ടാക്കി എന്ന് പറയണ്ടല്ലോ, മെഗാ ഹിറ്റായിരുന്നല്ലോ. എനിക്ക് തച്ചോളി അമ്പൂവിനെക്കാളും കളക്ഷനിൽ മോളിൽ പോയിരിക്കും. അപ്പോൾ അടുത്ത ബുദ്ധി വരുന്നു. ജിജോ പറയുന്നു, നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ, ഇന്ത്യയിലല്ലേ ഏഷ്യയിലെ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രം നമുക്ക് എടുക്കണം. മലയാളത്തിലെ നിന്നല്ല, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ 70mm ചിത്രം എടുക്കണമെന്ന് പറയുകയും, അപ്പോൾ അപ്പച്ചൻ വിചാരിച്ചു കാണും തച്ചോളി അമ്പൂവിലെയും മഞ്ഞുലിഞ്ഞ പൂക്കളിലേക്ക് കുറേ കാശ് ഈ 70mm എടുക്കുന്ന പടയോട്ടത്തിന് വേണ്ടി വാരി ചിലവാക്കിയാൽ അതിൽ കണക്കെഴുത്തള്ളാലോ എന്ന് വിചാരിച്ചു കാണും. അപ്പോഴാണ് 70mm ചിത്രമായ പടയോട്ടവും മെഗാ ഹിറ്റായി. മെഗാ ഹിറ്റായപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇതെല്ലാം കൂടെ ഇങ്ങനെ കോടികൾ വന്നാൽ ഇൻകം ടാക്സുകാരെല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോകില്ലെന്ന് ആലോചനയിൽ നിന്നായിരിക്കണം ഫാസിലിനെ കൊണ്ട് ഒരു പടം കൂടെ ചെയ്യിച്ചാലോ എന്ന് അദ്ദേഹം ആലോചിച്ചും തോന്നും. അങ്ങനെ എന്താ പറയുക, അടുത്ത ചിത്രം ഫാസിലിനെ കൊണ്ട് ചെയ്യിച്ചു. അതും പണവാരി പടമായി മാറി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് മാമാട്ടിക്കുട്ടിയമ്മ ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു വന്നതും നിന്നതും എല്ലാം പോയെന്ന് പറയുമ്പോലെ തച്ചോളി അമ്പൂവിലെയും മഞ്ഞിലുരിഞ്ഞ പൂക്കളിൻ്റെയും പടയോട്ടത്തിൻ്റെയും ഒക്കെ ലാഭം കഴിഞ്ഞ് അതിൻ്റെ എത്രയോ ഇരട്ടി മാമാട്ടിക്കുട്ടിയമ്മ ഉണ്ടാക്കിയെന്ന് പറയാം. കാരണം എ സെൻറ്ററിനേക്കാൾ കളക്ഷനായിരുന്നു ബി സെൻറ്ററിൽ, ബി സെൻറ്ററിനേക്കാൾ കളക്ഷനായിരുന്നു സി സെൻറ്ററിൽ. അങ്ങനെ മാമാട്ടിക്കുട്ടിയമ്മ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് മലയാള സിനിമയിൽ ഒരു കാലത്ത് ചർച്ചയ്ക്ക് വകവച്ച സിനിമയായിരുന്നു മാമാട്ടിക്കുട്ടിയമ്മ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ടുഡേ മലയാളം ഇറക്കിയിരുന്നല്ലോ, പി.കെ. ശ്രീനിവാസനൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യ ടുഡേ മലയാളം ഇറക്കുമ്പോൾ അതിലൊരു അസോസിയേറ്റ് എഡിറ്റർ ഉണ്ടായിരുന്നു. കൊല്ലം കടപ്പാക്കടക്കാരനാണ് രാജേന്ദ്രൻ ബാബു. ഈ പെട്ടെന്ന് രാജേന്ദ്രൻ ബാബുവിനെ മനസ്സിലാക്കണമെങ്കിൽ പിന്നണി ഗായിക ലതികയുടെ സഹോദരനാണ്. നിങ്ങൾ സഫാരി ചാനലിൽ കണ്ടിരിക്കും, രാജേന്ദ്രൻ ബാബു ഇരുന്ന് പറയുന്നത് ദേവരായ മാഷിനെ കാണാൻ സഹോദരിയും കൊണ്ട് പോയ കഥയൊക്കെ അതിൽ പറയുമായിരുന്നു. മദ്രാസിൽ പ്രശസ്തനായ ഒരു തബല വാദകനുണ്ട്, നമുക്ക് പാട്ടിനൊക്കെ വായിക്കുന്നത് തബല ബാലൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നല്ല ബാലേട്ടൻ, നല്ല സരസനാണ്. സാധാരണ ഡബിൾ മുണ്ടും സാധാരണക്കാരനായ ഒരു ഫുൾ കൈ ഷർട്ട് ഇട്ട് ബാലേട്ടൻ നടക്കും, കുറേ ചന്ദനക്കുറിയൊക്കെ ഇട്ട് എല്ലാവരോടും സരസമായി സംസാരിക്കുന്ന ആളാണ് തബല ബാലൻ. അപ്പോൾ ബാലേട്ടൻ ഒരു ദിവസം രാജേന്ദ്രൻ ബാബുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ബാബുവേട്ടാ, നിങ്ങളുടെ നാട്ടുകാരനായ ഒരാൾ ഇവിടെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ കൊല്ലത്തുകാരനായ രാജേന്ദ്ര ബാബുവിന് തബല ബാലൻ പരിചയപ്പെടുത്തി കൊടുത്തു. ബാബു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാലിനിയുടെ അച്ഛനാണ്. സിനിമാ നഗരം കാണാൻ വന്ന ബാബു, മദ്രാസിലെ സിനിമാ നഗരം, ശിവാജി ഗണേശനും എം.ജി.ആറും പ്രേംനസീറും രാമറാവും രാജ്കുമാറും ഒക്കെ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ബാബു ചെന്നൈക്ക് പോയത്. ചെന്ന ബാബു എന്തെന്ന് വെച്ചാൽ അവിടെ അങ്ങ് കൂടി, ഇനി നാട്ടിലേക്ക് ഒരു മടക്കമില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഒരു ചെറിയ തയ്യൽ കടയിലെ അസിസ്റ്റൻ്റായിട്ട് അങ്ങ് കൂടി. അവിടെ വെച്ചാണ് ഈ പറയുന്ന രാജേന്ദ്ര ബാബുവിന് തബല ബാലൻ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ കൊല്ലം കടപ്പാക്കടക്കാരനായ രാജേന്ദ്ര ബാബു, കൊല്ലം ആശ്രമംകാരനായ, കുറച്ച് ദൂരമേ ഉള്ളൂ, ആശ്രമവും കടപ്പാക്കടയായിട്ട് അല്പം ദൂരമേ ഉള്ളൂ, ആശ്രമംകാരനായ ബാബുവും മദുരാശിയിൽ വെച്ചാണ് പരിചിതരാകുന്നത്. തയ്യക്കടയിലെ പണി കഴിഞ്ഞിറങ്ങിയാൽ തൻ്റെ കുഞ്ഞിനൊരവസരം കിട്ടിയാൽ കൊള്ളാം, ജീവിതത്തിൽ ഒരു കരിപിടിപ്പിക്കാൻ കഴിയുമെന്നുള്ള തോന്നലിൽ ശാലിനിയുടെ ചില ഫോട്ടോകളുമായിട്ട് സിനിമാക്കാരെ കാണലാണ് ബാബുവിൻ്റെ അക്കാലത്തെ പ്രധാന പണി. തയ്യൽക്കടയിലെ പണി. ഒരു വൈകുന്നേരം 5-6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമാ നഗരമായതുകൊണ്ട് സിനിമാക്കാരെ അന്വേഷിച്ച് ചെല്ലും. രാജേന്ദ്ര ബാബു പറയുന്നത് വന്ന വഴി മറക്കാത്ത ആളാണ് ശാലിനിയുടെ അച്ഛൻ ബാബു എന്നാണ്. പരിചിതമായിട്ട് 40 വർഷത്തിലധികമായി. ഇന്നും ബാബുവിൻ്റെ സ്നേഹം തബല ബാലനെ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരുന്നോ അതേ സ്നേഹം കോടീശ്വരനായി മാറിയിട്ടും ഇന്നും ബാബുവിനുണ്ട് എന്നാണ് രാജേന്ദ്ര ബാബു പറയുന്നത്. ഞാനിത് ഈ ആർട്ടിക്കിൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ബാബുട്ടനെ വിളിച്ചിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ദിനേശേ, ഞാൻ ഇന്ന് ഉച്ചവരെ കൊല്ലത്തുണ്ടായിരുന്നു, കടപ്പക്കട ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ മദ്രാസ് മെയിലിൽ കയറി എറണാകുളം എത്തി, ഞാൻ തിരിച്ച് മദ്രാസിലേക്ക് പോകണം. എന്ത് വിളിച്ചത്? അല്ല, ഞാൻ പറഞ്ഞു, എനിക്കൊരു കഥ അറിയാം. ശാലിനിയുടെ അച്ഛൻ ബാബുവേട്ടന് നല്ല ബന്ധമാണെന്നറിയാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫോണിൽ കൂടെ പറഞ്ഞു തരുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ചിരിച്ചു. ഞാൻ എന്താ പറയേണ്ടത് ദിനേശ്? ഞാൻ പറഞ്ഞു, ശാലിനിയുടെ അച്ഛൻ ബാബുവിനെ ആദ്യമായി പരിചയപ്പെട്ടത് മുതൽ പറയും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. 40 വർഷം മുമ്പ് തബല ബാലൻ പറഞ്ഞ് പരിചയപ്പെട്ട
കടപ്പാക്കടയിലും ആശ്രമത്തിലുമുള്ള കൊല്ലത്തുള്ള 2 പേര് എങ്ങനെ പരിചയപ്പെട്ടപ്പോൾ എന്തായിരുന്നു, അന്ന് തയ്യൽ കടയിലെ അസിസ്റ്റൻ്റാണ്. ആ കാലത്ത് ബാബു എന്നോട് എങ്ങനെ പെരുമാറിയോ അതേ രീതിയിലാണ് 40 വർഷം കഴിഞ്ഞപ്പോഴും ബാബു എന്നോട് പെരുമാറുന്നത്. ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടിരുന്നു. മക്കൾ 2 പേരും നല്ല നിലയിലായി, കോടീശ്വരയായി. പക്ഷേ ബാബു മാറിയില്ല എന്നുള്ളതാണ് അയാളെ മാറ്റി നിർത്തുന്ന വ്യക്തിത്വം എന്നാണ് രാജേന്ദ്രബാബു പറയുന്നത്. എല്ലാവരും എല്ലാ വർഷവും മുടങ്ങാതെ പഴയ സുഹൃത്തുക്കളായ രാജേന്ദ്രബാബു അടക്കമുള്ളവർക്ക് ക്രിസ്തുമസിന് വലിയ ഒരു പെട്ടിയിൽ കേക്കും മധുര പലഹാരങ്ങളും കൊടുത്തയക്കും. ഇപ്പോഴും കഴിഞ്ഞ വർഷവും ഡിസംബറിൽ കൊടുത്തയച്ചു എന്നാണ് രാജേന്ദ്രബാബു പറയുന്നത്. അവസാനമായി ശാലിനിയുടെ അച്ഛൻ ബാബുവിനെ രാജേന്ദ്രബാബു കാണുന്നത് വേറൊരു രസകരമായ സ്ഥലത്ത് വെച്ചാണ്. നമ്മുടെ സംഗീത സംവിധായകൻ AR റഹ്മാൻ്റെ മകളുടെ കല്യാണ റിസപ്ഷൻ. അപ്പോൾ AR റഹ്മാൻ്റെ മകളുടെ ഒരു ഗ്യാങ് ഉണ്ട്, 5 പെൺകുട്ടികൾ ചേർന്ന ഒരു ഗ്യാങ് ഉണ്ട്. അതിലൊരു ഒരു കൂട്ടുകാരി രാജേന്ദ്രബാബുവിൻ്റെ മകളാണ്. അങ്ങനെ എൻ്റെ കല്യാണമാണ്, നീയും അച്ഛനും എല്ലാം കൂടെ അങ്കിളും എല്ലാം കൂടെ വരണമെന്ന് പറഞ്ഞ് വന്ന് വിളിച്ചതിൻ്റെ പേര് ആ റിസപ്ഷന് രാജേന്ദ്രബാബുവും മകളും കൂടെ പോയി. റിസപ്ഷൻ കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റിസപ്ഷൻ വൈകി എന്നുള്ള ധാരണയിൽ വളരെ വേഗത്തിൽ ഓടിച്ചു വരുന്ന ഒരു വലിയ വില കൂടിയ കാർ വന്ന് നിൽക്കുമ്പോൾ ആ കാറിൽ നിന്ന് ശാലിനിയും ശ്യാമിലിയും ബാബു ഇറങ്ങുകയാണ്. രാജേന്ദ്രബാബുവിനെയും മകളെയും കണ്ടപ്പോൾ ഈ ലേറ്റായി എന്നുള്ള ബോധമൊക്കെ വിട്ടിട്ട് ബാബു ഓടി വന്ന് കൈ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വഴിയിൽ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി, റിസപ്ഷൻ കഴിയാറായോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിനിടയിൽ എന്താ പറയുക, കുട്ടി രാജേന്ദ്രബാബുവിൻ്റെ മകളോട് ശാലിനി സംസാരിക്കുന്നു. ശാലിനി അങ്കിളെ സുഖമാണെന്ന് ചോദിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അജിത്തിനെ പോലെ കോടികൾ വാങ്ങുന്ന അജിത്ത് എന്ന് പറയുന്ന നായകൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു അഹങ്കാരവും ബാബുവിനോ മക്കൾക്കോ ഇല്ല എന്നാണ് രാജേന്ദ്രബാബു പറയുന്നത്. എത്ര തിരക്കിട്ട അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ട് നിർത്തിയ കാറായിട്ട് പോലും സുഹൃത്തിനെ കണ്ടപ്പം നിന്ന് സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. രാജേന്ദ്രബാബു പറയുന്നത് ഈ മക്കളൊക്കെ പ്രശസ്തരായി കാശെല്ലാം വന്ന് സമ്പന്നതയിലായെങ്കിലും ഈ ബാബു എപ്പോഴും കാറിൽ ചുറ്റിക്കറങ്ങുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു. പഴയ പരിചിതരുടെയൊക്കെ അടുത്ത് വന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കറങ്ങി അടിച്ച് സിനിമാ നഗരത്തിൽ കോടമ്പക്കത്ത് തന്നെ കറങ്ങി നടക്കുന്ന ആളായിരുന്നു ബാബു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്വസ്ഥമായി വീട്ടിലിരിക്കുകയാണ്. അതിനെ ഈ AR റഹ്മാൻ്റെ മകളുടെ റിസപ്ഷൻ്റെ അവിടെ വെച്ച് രാജേന്ദ്രബാബുവിനോട് പറഞ്ഞത്, ഞാനിപ്പോൾ വയസ്സായി വരികയല്ലേ, അതുപോലെ പ്രായം, അനാരോഗ്യം ഒക്കെ പ്രശ്നമാണ്. ഒറ്റയ്ക്ക് കാർ ഓടിക്കാൻ മക്കൾ അനുവദിക്കുന്നില്ല. ഡ്രൈവറെ വെച്ച് കറങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആരെയും കാണാൻ വരാത്തത്. ഫുൾ ടൈം ഇപ്പം ഞാൻ വീട്ടിലാണ്. പിന്നെ എനിക്കൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ചാൽ ശാലിനിക്ക് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ മുത്തശ്ശനായ ഞാൻ സദാസമയം അവരുടെ കളിച്ച് അവരുടെ കൂടെ ജീവിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. രാജേന്ദ്രബാബുവിന് മാമാട്ടിയുടെ അച്ഛൻ ബാബുവുമായുള്ള സൗഹൃദം നന്നായിട്ട് അറിയാം എന്നുള്ളത് ആ സന്തോഷം, ആ അങ്കിളേന്നൊക്കെ വിളിച്ച് സുഖമാണെന്നൊക്കെ ചോദിച്ചതിൽ നിന്ന് തന്നെ രാജേന്ദ്രബാബുവിന് മനസ്സിലായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടാപ്പെട്ടി മമ്മൂട്ടി കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ വിജയഘടകം 80കളിൽ മലയാള സിനിമയിലുണ്ടായിരുന്നു. മലയാള സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടി ബേബി ശാലിനി തന്നെ ആയിരിക്കും. കല്ലു ഡെന്നീസിൻ്റേതാകും 100% തിരക്കഥ. ജോഷി സാറായിരിക്കും സംവിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചക്കരയുമ സാജനായിരിക്കും സംവിധാനം ചെയ്യുന്നത്. 20 ദിവസത്തിന് താഴെ വെച്ച് ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിലെത്തിച്ച സിനിമകൾ 100-150 ദിവസം നിർത്താതെ ഓടി നിർമ്മാതാക്കൾക്ക് ജൂബിലി ജോയ് തോമസിനെ പോലെ, സാജ് പിക്ചേഴ്സ് സാജനെ പോലെ എത്രയോ പേർക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുമെന്ന് അവർക്കറിയാമല്ലോ. അത്രയും ഹിറ്റുകളായിരുന്നു ഈ സിനിമകളെല്ലാം. വില കൂടിയ കാറിൽ മിക്കവാറും കൂളിംഗ് ഗ്ലാസും ലെതർ ബ്രീഫ് കേസും പിടിച്ച് വന്നിറങ്ങുന്ന മമ്മൂട്ടിയുടെ മടിയിലിരിക്കുന്ന കുട്ടി ശാലിനിയായിരിക്കും. അത് അടുത്തൊരു പടത്തിൽ ഇതൊക്കെ കാറ് മാറുമെന്നുള്ളൂ. കാറിൻ്റെ നിറം മാറും, ബ്രീഫ് കേസ് മാറും, കൂളിംഗ് ഗ്ലാസും ചിലപ്പോൾ മാറുമായിരിക്കും. പക്ഷേ മമ്മൂട്ടിയും ബേബി ശാലിനിയും മാറില്ല. കാരണം ഈ അച്ഛനെയും മകളെയും മലയാള സിനിമയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും അടക്കം ബേബി ശാലിനി അഭിനയിച്ചു. പക്ഷേ മാമാട്ടിക്കുട്ടിയും ഉണ്ടാക്കിയ, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ബേബി ശാലിനി ഉണ്ടാക്കിയ ഒരു തരംഗം മറ്റ് ഭാഷകളിൽ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും. 1983 ആദമിൻ്റെ വാരിയിൽ, KG ജോർജിൻ്റെ ആദമിൻ്റെ വാരിയിൽ മോഹൻ്റെ രചന, ഭരതൻ്റെ കാറ്റത്തെ കിളിക്കൂട്, പത്മരാജൻ്റെ കൂടെവിടെ, IV ശശി MGയുടെ തിരക്കഥയിൽ ചെയ്ത ആരൂഢം തുടങ്ങിയ വലിയ സിനിമകളോടൊപ്പം മത്സരിച്ച് മാമാട്ടിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞ ചിത്രം
സംസ്ഥാന അവാർഡ്, മികച്ച ചിത്രത്തിനുള്ള അവാർഡും മികച്ച എന്താ പറയുക ബാലനടിക്കുള്ള അവാർഡും മികച്ച നടനുള്ള അവാർഡും അടക്കം എല്ലാം വാരിക്കൂട്ടി എന്നുള്ളതാണ് സത്യം. ഭരത് ഗോപിക്കായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ്. 20 ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം, 4000 രൂപ പ്രതിഫലം തരും എന്ന് 1982 എന്താ പറയുക ജിജോ, അത് രസകരമായ കാര്യമാണ്. ഏതോ ഒരു തെലുങ്ക് പടത്തിൽ ഈ കുട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ക്യാമറ നവോദയയുടെയാണ്. അപ്പോൾ നവോദയ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയിൽ ഒരു കുട്ടി വേണം, കുട്ടിയാണ് ത്രൂ ഔട്ട് വേണ്ടത്. ആ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ ഏതോ സ്റ്റില്ലൊക്കെ കൊണ്ടുവന്ന് ജിജോയെ ഏൽപ്പിച്ചു. അപ്പോൾ ജിജോയെ ഏൽപ്പിച്ചപ്പോൾ ജിജോ നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ല കുട്ടി, മമാട്ടി സ്റ്റൈൽ, മുടിയൊക്കെ വെട്ടിയിട്ടൊരു സ്മാർട്ട് കുട്ടി. അപ്പോൾ ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ നവോദയയുടെ ഓഫീസിൽ കുട്ടിയെയും കൊണ്ട് ബാബു ചെന്നു. അപ്പോൾ ബാബുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ 20 ദിവസം കൊച്ചിയിലുണ്ടാവണം, ഞങ്ങളുടെ നവോദയ സ്റ്റുഡിയോയിലുണ്ടാവണം, 4000 രൂപ തരും. ബാബു പറയുന്നത് 1982 4000 രൂപ എന്ന് വെച്ചാൽ, അതായത് 40 വർഷം മുമ്പ്, 41 വർഷം മുമ്പ് 4000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ബാബു ശരിക്കും കണ്ണുകൾ പോയി. 83 അവാർഡുകൾ ഈ ബാലതാരം നേടി എന്ന് പറഞ്ഞാൽ 100% സത്യസന്ധമായ കാര്യമാണ്. അത്ഭുത ശിശു എന്ന് വിളിക്കാവുന്ന ബാലതാരം എന്നാണ് സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ശാലിനിയെക്കുറിച്ച് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഇന്ത്യ ടുഡേയിലെ രാജേന്ദ്ര ബാബുവിൻ്റെ സഹോദരി പിന്നണി ഗായിക ലതിക ടീച്ചർ കുറച്ചു കാലം ശാലിനിയെ സംഗീതം പഠിപ്പിച്ചു. പക്ഷേ സംഗീതത്തിൻ്റെ വഴിക്ക് പോയെന്നാണ്. കാരണം അഭിനയിക്കാൻ മാത്രമല്ല ആ കുട്ടിക്ക് താല്പര്യമുള്ളൂ. തിരക്കോട് തിരക്കി നിൽക്കുമ്പോൾ ശാലിനി മാർപ്പാപ്പയുടെ ആലോചിച്ചു, പുണ്യം ചെയ്ത പെണ്ണാണ്. കാരണം മാർപ്പാപ്പയുടെ അനുഗ്രഹം നേടാനുള്ള ഭാഗ്യം കിട്ടി. കലു ഡെന്നീസ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത മിനിമോൾ വത്തിക്കാനിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ചിത്രീകരണത്തിലാണ്. ഒരുപാട് ഹൈ റെക്കമെൻഡേഷനിലൊക്കെയാണ്. അല്ലെങ്കിൽ വത്തിക്കാനകത്തൊന്നും പള്ളിക്കകത്തൊന്നും ചിത്രീകരിക്കാൻ സമ്മതിക്കില്ല. എങ്ങനെയോ അഗസ്റ്റിൻ എലഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞൊരു 2 നിർമ്മാതാക്കളിൽ ഒരാൾ അവിടെ താമസിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം എങ്ങനെ ഒപ്പിച്ചെടുത്തു. അങ്ങനെ മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞ ചുരുക്കം പേരിലൊരാളാണ് ബേബി ശാലിനി. ജർമ്മനിയിലും റോമിലും വത്തിക്കാനിലുമായിട്ടായിരുന്നു മിനിമോൾ വത്തിക്കാനിൽ ഷൂട്ട് ചെയ്തത്. 1984 മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ തിരക്കഥകൾ എഴുതിയത് കല്ലു ഡെന്നീസായിരുന്നു. ചക്കര ഉമ്മ, സന്ദർഭം, കോടതി, ഒരു നോക്ക് കാണാൻ, ഇടവേളയ്ക്ക് ശേഷം, അലകടലിനക്കരെ, മിനിമോൾ വത്തിക്കാനിൽ, ഇത്രയും സിനിമകളാണ് അദ്ദേഹം എഴുതിയത്. അതിൽ 7 സിനിമയിൽ 6 എണ്ണത്തിലും മമ്മൂട്ടിയായിരുന്നു നായകൻ. പക്ഷേ മിനിമോൾ വത്തിക്കാനിൽ എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടിയെ തന്നെയാണ് നായകനാക്കി വച്ചത്. പക്ഷേ അദ്ദേഹത്തിന് എന്താ പറയുക പോകാൻ കഴിഞ്ഞില്ല. കാരണം ഒരേ സമയം 2-3 സിനിമകളിൽ അഭിനയിക്കുന്ന സമയമായതുകൊണ്ട് വത്തിക്കാനിലേക്കും റോമിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ മമ്മൂട്ടി മാറി നിന്നാൽ മൊത്തം കുളമാകും എന്നുള്ളതുകൊണ്ട് മമ്മൂട്ടി ആ പടത്തിൽ നിന്ന് മാറി. കലൂരാൻ തന്നെ പറയുന്നത്, കലു ഡെന്നീസ് തന്നെ പറയുന്നത്, എറണാകുളത്ത് ചക്കരയുമ്മയുടെ ചിത്രീകരണം നടക്കുമ്പോൾ 4-5 സീനുകൾ കലു ഡെന്നീസിൻ്റെ കലൂരിലെ വീട്ടിൽ ചിത്രീകരിച്ചു. തിരക്കഥാകൃത്തിൻ്റെ വീട്ടിൽ തന്നെ 4-5 സീനുകൾ ചിത്രീകരിച്ചു. സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു വരുന്ന മമ്മൂട്ടിയെ കാണുന്നതിനേക്കാൾ ബേബി ശാലിനി എന്ന അത്ഭുത കുഞ്ഞിനെ കാണാനായിരുന്നു സ്ത്രീകളും കുട്ടികളും തിക്കി തിരക്കി കല്ലു ഡെന്നീസിൻ്റെ വീട്ടിൽ തിക്കി തിരക്കിയത്. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ആരാധകരുടെ അന്ധമായ ബാഹുല്യം കൊണ്ട് കലൂരാൻ്റെ വീട്ടിൻ്റെ മതിലിടിഞ്ഞു വീഴുന്നു. അത്ര ജനക്കൂട്ടമായിരുന്നു ബേബി ശാലിനിയെ കാണാനായി വന്നു കൂടിയത് ചക്കരയുമ്മയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ. ബേബി ശാലിനി മുഖ്യ വേഷത്തിൽ വരുന്ന തിരക്കഥകൾ ഏറ്റവും കൂടുതൽ എഴുതിയതും കല്ലു ഡെന്നീസായിരുന്നു എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ബേബി ശാലിനി അഭിനയിച്ച സൂപ്പർ ഹിറ്റുകളായ സിനിമകളൊക്കെ തിരക്കഥ എഴുതിയത് കല്ലു ഡെന്നീസായിരുന്നു. തുടർച്ചയായ വിജയങ്ങളിൽ അസൂയ പൂണ്ടവർ പത്രമാധ്യമങ്ങളെ സ്വാധീനിച്ചാണ് കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന ഫോർമുല ചിത്രങ്ങളെന്ന് എഴുതി വിട്ടതെന്നും കലൂരാൻ പറയുന്നു. അല്ലാതെ അങ്ങനെ ഒരു കുട്ടി പെട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫോർമുല ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ തുടർച്ചയായി ജോഷി തന്നെ സംവിധാനം ചെയ്യുന്നു, കലൂര് തന്നെ എഴുതുന്നു, മമ്മൂട്ടി തന്നെ അഭിനയിക്കുന്നു, ബേബി ശാലിനി കൂടെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഏതോ കുബുദ്ധികൾ ഉണ്ടാക്കിയെടുത്ത വാർത്തയാണ് ഈ കുട്ടി പെട്ടി മമ്മൂട്ടി എന്നാണ് കലു ഡെന്നീസ് പറയുന്നത്. കലൂർ, ജോഷി, മമ്മൂട്ടി കൂട്ടുകെട്ട് തകർക്കുക എന്നതായിരുന്നു അത്തരക്കാരുടെ ലക്ഷ്യമെന്നാണ് ഡെന്നിച്ചായൻ പറയുന്നത്. മമ്മൂട്ടി ഇല്ലാത്തതിനാൽ മിനിമോൾ വത്തിക്കാനിൽ എന്ന് പറഞ്ഞ പടത്തിൽ രതീഷായിരുന്നു നായിക വേഷം ചെയ്തത്. സരിത, MG സോമൻ, ലാലു ലക്സ്, സ്വപ്ന, ക്യാപ്റ്റൻ രാജു മുതലായവരായിരുന്നു വത്തിക്കാനിലുണ്ടായിരുന്ന താരങ്ങൾ. അടുത്തടുത്ത മുറികളിൽ താമസിച്ചിരുന്നപ്പോൾ തിരക്കഥ എഴുതുന്ന കലു ഡെന്നീസും താമസിക്കുന്ന തൊട്ടടുത്ത റൂമാണ് ബാബുവും ശാലിനിയും താമസിക്കുന്നത്. അങ്ങനെ തിരക്കഥ എഴുതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരോ സംശയങ്ങൾ ചോദിച്ച് ബേബി ശാലിനി കലൂരിൻ്റെ റൂമിൽ ഓടി വരുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴപ്പോഴായിട്ട് ഓരോ സംശയം ചോദിക്കാൻ വരുന്നു. അതെങ്ങനെയാണോ ഇങ്ങനെയാണോ ഞാൻ ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 3 വയസ്സേ ഉള്ളേ വന്ന് ചോദിക്കുമായിരുന്നു. ജർമ്മനിയിൽ ചിത്രീകരണം തുടങ്ങി 12 ദിവസം കഴിഞ്ഞപ്പോൾ
വത്തിക്കാനിൽ ചിത്രീകരിക്കാനുള്ള അനുവാദം കിട്ടി. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് അതാത് കാലം ഈ ക്രൈസ്തവ സഭ ഭരിക്കുന്ന മാർപ്പാപ്പയാണ്. അദ്ദേഹമാണ് വത്തിക്കാൻ്റെ ഭരണാധികാരി. മാർപ്പാപ്പ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഷൂട്ട് ചെയ്യാൻ അനുവാദം കിട്ടില്ല എന്നത് ഉറപ്പായിരുന്നു. പക്ഷേ എങ്ങനെയോ ആ എളുപ്പമല്ലാത്ത കാര്യം അഗസ്ത്യ എലഞ്ഞിപ്പള്ളി ഒപ്പിച്ചെടുത്തു എന്നാണ് കലു ഡെന്നിസ് പറയുന്നത്. ജോൺ പോൾ രണ്ടാമനായിരുന്നു അക്കാലത്തെ മാർപ്പാപ്പ. അസുഖബാധിതയായ മിനിമോളെ മാർപ്പാപ്പ ആശീർവദിക്കുന്ന സീനാണ് വത്തിക്കാനിൽ ചിത്രീകരിക്കേണ്ടത്. തലേ ദിവസം തന്നെ ഷൂട്ടിംഗ് ക്രൂ റോമിലെത്തി. രാവിലെ 9 മണിക്ക് മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഷൂട്ടിംഗ് ക്രൂ അവിടെ ചെന്ന് ആരും അറിയാതെ ക്യാമറ ഒളിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. കാരണം ക്യാമറ കണ്ട ഈ ആളുകളെല്ലാം ക്യാമറ നോക്കില്ലേ, അവർ കാണാതെ ഈ 9 മണിക്കുള്ള കുർബാനയ്ക്ക് മുമ്പ് തന്നെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. മാർപ്പാപ്പ കുർബാന അർപ്പിച്ച ശേഷം ഭക്തജനങ്ങളെ ആശീർവദിക്കുന്ന സമയത്താണ് മിനിമോൾക്കും അനുഗ്രഹാശസ്സുകൾ ലഭിക്കുക. പള്ളിക്കകത്ത് വളരെ ദൂരെ ആരും കാണാതെ നിന്നാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചത്. ബേബി ശാലിനി, സംവിധായകൻ ജോഷി, ക്യാമറാമാൻ ആനന്ദക്കുട്ടൻ എന്നിവർക്ക് മാത്രമാണ് പള്ളിയിൽ കയറാനുള്ള പെർമിഷൻ കിട്ടിയത്. മാർപ്പാപ്പയുടെ അനുഗ്രഹം നേരിട്ട് വാങ്ങാനായ സിനിമാ താരമായി അതോടെ ബേബി ശാലിനി. ഏതാണ്ട് 7 വർഷം മലയാള സിനിമയിൽ ബേബി ശാലിനി വാണു എന്ന് തന്നെ പറയാം, അരങ്ങിൽ വാണു എന്ന് തന്നെ പറയാം. 7 വർഷക്കാലം. ഒരു വർഷം 3 സംസ്ഥാനങ്ങളിലെ ബാലതാരം അവാർഡുകൾ, ദേശീയ പുരസ്കാരം, അതുപോലെ തന്നെ സ്വന്തം ആദായ നികുതി നൽകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്കുള്ള ഗിന്നീസ് റെക്കോർഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏറ്റവും പ്രായം കുറഞ്ഞ ഗിന്നീസ് റെക്കോർഡ് ഇന്ത്യയിലെ ഈ കുട്ടിയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻകം ടാക്സ് അടയ്ക്കുന്ന കുട്ടി. പിന്നെ ഈ റെക്കോർഡ് തകർത്താരെന്നറിയോ? ബേബി ശാലിനിയുടെ അനിയത്തി 1.5 വയസ്സുകാരിയായ ബേബി ശാമിലിയാണ് ചേച്ചിയുടെ റെക്കോർഡ്, ഗിന്നീസ് റെക്കോർഡ് തകർത്തത്. ഒരു വീട്ടിൽ 2 എണ്ണം ഇങ്ങനെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ എന്താ പറയുക, ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു പ്രതിഭാസമായി ശാമിലി വളർന്നു. 1.5 വയസ്സുള്ള ശാമിലി. ബേബി ശാലിനി വന്നത് 3 വയസ്സിലാണെങ്കിൽ 1.5 വയസ്സിൽ ശാമിലി വന്ന് അരങ്ങ് തകർത്തു എന്ന് പറയാം. ഫോറിൻ ട്രിപ്പുകൾ, സ്റ്റാർ നൈറ്റുകൾ, പുരസ്കാരങ്ങൾ, ശാലിനിയും അച്ഛൻ ബാബുവും നിലം തൊടാതെ ഓടുന്ന കാലമായിരുന്നു ഈ ബാലതാരമായിരുന്ന അത്രയും കാലം. അതിനന്ന് ബാബു പറയുമായിരുന്നത്, കാറ്റുള്ളപ്പോൾ തൂറ്റണം. 75 രൂപ വാടകയുള്ള വീട്ടിൽ നിന്നും ജീവിതം തുടങ്ങിയവനാണ് ഞാൻ. പണത്തിൻ്റെ വില നന്നായി എനിക്കറിയാം. 2 ചായ വാങ്ങി 5 പേർ പകുത്തു കുടിച്ച കാലം എനിക്കുണ്ടായിരുന്നു. അവിടുന്ന് ദൈവം നല്ലൊരവസരം തരുമ്പോൾ കഴിയുന്നത്ര പണിയെടുക്കണം, അതിൻ്റെ ഫലം എനിക്ക് കിട്ടി, എനിക്കും എൻ്റെ കുടുംബത്തിന് കിട്ടുകയും ചെയ്തു എന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ബാബു എപ്പോഴും പറയുമായിരുന്നു. കുട്ടിത്തം ശാലിനിക്ക് നഷ്ടമായി തുടങ്ങിയതോടെ ശാലിനി അഭിനയത്തിലൊരു ബ്രേക്ക് എടുത്തു. കാരണം പ്രായമായി തുടങ്ങി, 10, 11, 12 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ അഭിനയത്തിലൊരു ബ്രേക്ക് എടുത്തു. പകരം ആ സമയത്താണ് അടുത്ത് ജനിച്ച ശാമിലി വരുന്നത്. ബാബു വിശ്രമിച്ചതേയില്ല. കാരണം ശാലിനിയെ കൊണ്ട് നടന്നതിൻ്റെ പിന്നാലെ ഇനി പിന്നെ ശാമിലിയെ കൊണ്ട് നടക്കലായി. ശാലിനിക്ക് 18 വയസ്സായപ്പോൾ അതാ വരുന്നു മിനിക്കുട്ടി, അല്ലെങ്കിൽ മാമാട്ടിക്കുട്ടിയമ്മയെ ചിത്രീകരിച്ച മാമാട്ടിക്കുട്ടിയമ്മയെ ഉണ്ടാക്കിയെടുത്ത ഫാസിൽ. ഫാസിലിൻ്റെ ഫ്ലാറ്റിൽ എനിക്കൊന്ന് കാണണമെന്ന് ബാബുവിനെ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ശാലിനിയും ബാബുവും കൂടി കാണാൻ ചെന്നു. അവിടെ ചെന്ന് ആദ്യമായിട്ട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ താൻ എടുത്തുകൊണ്ട് കിടന്ന തൻ്റെ സിനിമയിൽ അത്ഭുതം കാണിച്ച 3 വയസ്സുകാരിയായി മാമാട്ടിക്കുട്ടിയമ്മ വലിയ പെണ്ണായിട്ട് ഫാസിലിൻ്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം അതിശയത്തോടെ നോക്കിയിരുന്നു. എൻ്റെ മാമാട്ടി വലിയ പെണ്ണായി എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞ കമൻറ്റ്. സ്വയം എന്നോണം ഫാസിൽ പറഞ്ഞു, എൻ്റെ പുതിയ പടത്തിലേക്ക് ഹീറോയിനായി. അവളുടെ ചോദിച്ചൊന്നുമില്ല പെർമിഷൻ, ഹീറോയിനായി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. യൗവനത്തിലേക്ക് കടന്ന ശാലിനി പരസ്യങ്ങളിൽ മോഡലാകാൻ തയ്യാറെടുക്കുന്ന സമയമായിരുന്നു. സിനിമയൊന്നും ചെയ്തു തുടങ്ങിയില്ല. അപ്പം ചില പരസ്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ചില പരസ്യങ്ങൾക്ക് എഗ്രിമെൻറ്റ് വയ്ക്കുകയൊക്കെ ചെയ്ത സമയത്താണ് ഫാസിൽ കാണാൻ വരുന്നത്. ഫാസിൽ തൻ്റെ അനിയത്തി പ്രാവിൻ്റെ കഥ പറഞ്ഞു. ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമ ഇതാണെന്ന് പറഞ്ഞ് കഥ പറഞ്ഞു. ശാലിനി മാത്രമല്ല, ബാബുവും അനിയത്തി പ്രാവിൻ്റെ കഥ കേട്ടിട്ട് കരഞ്ഞു. ഈ സിനിമ ഉറപ്പായി വിജയിക്കുമെന്ന് ബാബുവിൻ്റെ മനസ്സ് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊരു ചരിത്രമാണല്ലോ അനിയത്തി പ്രാവിൻ്റെ വിജയം. അനിയത്തി പ്രാവ് ശാലിനിയെയും വിജയും വച്ച് തമിഴിലെടുത്തു. അവിടെയും പടം വലിയ ഹിറ്റായി. ബാലതാരമായി ഒരു കുഞ്ഞിനെ പരീക്ഷിക്കുക, അതൊരു തരംഗമാവുക. അവൾ നായികയായപ്പോൾ അവളെ വെച്ച് ഒരു പ്രണയകഥ പറയുക,
അതും സൂപ്പർ ഹിറ്റാകുക എന്നുള്ളത് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഫാസിലിന് മാത്രം അവകാശപ്പെട്ടതാണ്. അനിയത്തിപ്രാവിലെ വിജയം ശാലിനിയെ ശ്രദ്ധേയയായ നായികയാക്കി. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന +2 പഠിക്കുന്ന കാലമായിരുന്നു അപ്പോൾ. നായികയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് നടൻ അജിത്തിൻ്റെ ഭാര്യയായി ശാലിനി മാറുന്നത്. അതോടെ ക്യാമറയുടെ മുന്നിൽ നിന്നും മാമാട്ടി മാറി കുടുംബിനിയായി 2 മക്കളുടെ അമ്മയായി. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി. മൂത്തത് പെൺകുട്ടി, രണ്ടാമത്തെ ആൺകുട്ടി. ബാബു കൊല്ലത്തു നിന്ന് എങ്ങനെ മദ്രാശിയിലെത്തി? ബേബി ശാലിനിയും അനുജത്തി ബേബി ശാമിലിയും എങ്ങനെ ബാലതാരങ്ങളായി? പവൻ വിലയുള്ള നായികയായി നിൽക്കുമ്പോൾ എങ്ങനെ ശാലിനി അജിത്തിൻ്റെ ഭാര്യയായി? ഈ കഥയെല്ലാം ഭയങ്കര രസകരമായ കഥയാണ്. അതിൽ ബാബു മദ്രാസിൽ പോയി എന്താ പറയുക, കയ്യും വീശി മദ്രാസിൽ ചെന്നിട്ട് ഒരു തയ്യക്കടയിൽ അസിസ്റ്റൻ്റായിരുന്നിട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ആലീസിനെ കല്യാണം കഴിച്ചിട്ട് 3 കുട്ടികളായിട്ട് അയാളൊരു ജീവിതം കെട്ടിപ്പടുത്ത കഥ പറഞ്ഞാൽ അത്ഭുതം തോന്നും. ഇതൊരു അലാവുദ്ദീൻ അത്ഭുത വിളക്കം പോലെ തോന്നും. എനിക്ക് തോന്നുന്നു 1,00,000 പേരിൽ ഒരാൾക്ക് പോലും ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം ദൈവം കൊടുക്കില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ബാബു എങ്ങനെ കൊല്ലത്തെത്തി എന്നത് മുതൽ അജിത്തിൻ്റെ ഭാര്യയായി ഈ പവൻ വിലയുള്ള നായിക എങ്ങനെ അജിത്തിനെ കല്യാണം കഴിച്ചു എന്നുവരെയുള്ള രസകരമായ കഥകൾ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടു പോകും എന്നുള്ളതുകൊണ്ട് ഈ 1ാം ഭാഗം ഇവിടെ അവസാനിപ്പിച്ചിട്ട്